വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു പെപ്പർ ചിക്കൻ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 വലിയ സവാള അരിഞ്ഞത് കൂടെ ചേർക്കാം. നിങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് വഴറ്റാം. ഒന്ന് പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് കിട്ടും. നന്നായി ഒന്ന് ഇളം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഒരു നുള്ളു ജീരകം കൂടെ ചേർക്കുകയാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുകയാണ്. ഇത് ഞാൻ കുരുമുളക് ചതച്ച പാത്രത്തിലിട്ട് ചതച്ചതുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർക്കുകയാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇവിടെ 3 ചെറിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതാകുമ്പോൾ കൂടുതൽ എരിവുണ്ടാവില്ല. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർക്കുകയാണ്. ഗരം മസാല പൊടി കൂടുതൽ ചേർക്കരുത്, 1/2 ടീസ്പൂൺ മതിയാവും. കൂടെ തന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കുകയാണ്. ചെറിയ തക്കാളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തൈര് കൂടെ ചേർത്താൽ മതിയാവും. തൈര് അവസാനം ചേർത്താൽ മതി. ഞാൻ ഇവിടെ തൈര് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു തക്കാളിയുടെ പൊടി തന്നെ മതിയാവും. ഇത് വലിയ തക്കാളിയാണ്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വലിയ ജീരകവും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. ഈ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് അപ്പോൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതിയാവും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ചേർത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ മസാല പൊടികളെല്ലാം ചിക്കനിലേക്ക് നന്നായി യോജിച്ച് വരണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാല പൊടികൾ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർക്കണം. വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിരുന്നതാണ്. ഉള്ളി വഴറ്റുന്ന സമയത്തും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉപ്പ് ഇത്രയും മതിയാവും. നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുകയാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുകയാണ്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് കുരുമുളക് പൊടി കൂടെ അവസാനമായിട്ട് ചേർക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ആകെ 30 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉറപ്പായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.